ചേട്ടാ, ഇത് ചേട്ടന്റെ രഹസ്യങ്ങൾ ചോർത്താൻ ആരും ചെയ്തതല്ല. ശാന്തി മുഹൂർത്തം നടക്കുന്ന മുറിയിൽ വോയിസ് റെക്കോർഡർ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ചെയ്ത ആരായാലും വളരെ മോശമായിപ്പോയി. ഈ വീട്ടിലെ സെക്യൂരിറ്റി പരിചയമില്ലാത്ത ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. പിന്നെ പുറത്തൊരാള് എങ്ങനെ ഇത് കൊണ്ടുവയ്ക്കും? അത് ഋതുമോളുടെ റൂമില്. അതെ, ഇത് ചെയ്തത് ആരാന്ന് കണ്ടുപിടിക്കണം പ്രതാപേട്ട. വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുള്ള വീടാ. അതെ അതെ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ദീപക്കെ, നീ പോലീസിനെ വിളിക്കേ. മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ വീട്ടിൽ കയറി ഈ തോന്നിയാസം കാണിച്ച ആരായാലും അവരെ കൈയോടെ പിടിക്കണം. ഇവിടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ അധികം ദിവസമൊന്നും ആവില്ല. എടാ ദീപക്കെ, നീ പോലീസിനെ ഫോൺ ചെയ്. വേണ്ട, പോലീസിനെ വിളിച്ചറിയിച്ച് അതിന് മീഡിയ അറിഞ്ഞ് വാർത്തയാക്കി അതൊരു പ്രശ്നമാക്കണ്ട. ആരാണിത് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. ചേച്ചി പറയേ, ചേച്ചിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ദൈവമേ, അമ്മയെങ്ങാനിനി എന്റെ പേര് പറയോ? അമ്മാവ, എനിക്കൊരാളെ സംശയമുണ്ട്. ആരെ? ഈ വോയിസ് റെക്കോർഡർ ഋതികയുടെ മുറി വെച്ചത് രമ്യാണെന്ന് എനിക്ക് തോന്നുന്നത്. രമ്യ? അതെ അമ്മാവ, രാജു ഋതികയെ വിവാഹം ചെയ്ത സമയത്ത് രമ്യയുമായി രാജുവിന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുകയായിരുന്നു. രമ്യ ഇങ്ങനെ ചെയ്തതിന്റെ ഉദ്ദേശം എനിക്കറിയില്ല. ഈ റെക്കോർഡർ അവിടെ കിടന്ന് കിട്ടിയതാ. പക്ഷെ രമ്യ വന്ന പാടെ റെക്കോർഡർ എന്റെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയില്ല അത് നിലത്ത് വീണത്. ദീപക്കെ, വെറുതെ അനാവശ്യം പറയരുത്. വർമ്മ സാറേ, ഇത് ഞാനല്ല ചെയ്തത്. സത്യമായിട്ടും ഞാനല്ല. രമ്യ,